ഈ പറഞ്ഞ സംഘടന ബജറംഗ് ദള് ആണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് എന്ന് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്രകാരം സാമൂഹ്യ വിരുദ്ധര് നിയമം കയ്യിലെടുക്കുകയും നിയമവാഴ്ച അപകടപ്പെടുത്തുകയും ചെയ്യുന്നു എന്നത് ഭരണകൂടത്തിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. 2 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ സമാനമായ രീതിയിൽ 2 കന്യാസ്ത്രീകൾക്കെതിരെ ഇതേപോലെ മനുഷ്യക്കടത്തിന് കേസെടുക്കുകയും 2 ദിവസം മുമ്പേ ആ 2 പേരെയും കോടതി വെറുതെ വിടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയെയും ഇതേ രീതിയിൽ നോക്കിക്കാണാൻ വേണ്ടി മനുഷ്യക്കടത്തിനെതിരെ ആർക്കെങ്കിലും കേസെടുക്കുകയും അത് നിയമപരമായി നടപ്പിലാക്കുകയും ചെയ്യുന്നതിനോട് നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതിനോട് ഞങ്ങൾക്കെതിരില്ല. പക്ഷേ ഇവിടെ സംശയത്തിൻ്റെ പേരിൽ ആളെ പിടിച്ച് ജാമ്യമില്ലാത്ത വകുപ്പിൽ കുറ്റം ചുമത്തി ജയിലിലടച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം. ഇവിടെ ആർക്കെതിരെയും പരാതി കൊടുക്കാം. ആ പരാതികൾ അന്വേഷിച്ച് വസ്തുനിഷ്ഠമാണോ എന്ന് വിലയിരുത്തി കേസ് പ്രൊസീഡ് ചെയ്യേണ്ടതാണെ പ്രൊസീഡ് ചെയ്യുക, FIR തയ്യാറാക്കേണ്ടതാണെ തയ്യാറാക്കുക. അതിനെക്കുറിച്ചൊന്നും ആരും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ വ്യാജമായ ആരോപണമാണ് എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടും ഈ സാമൂഹ്യ വിരുദ്ധരെ പേടിച്ച് അത് സർക്കാർ ഒളിപ്പിച്ചു വയ്ക്കുന്നു. അതിലാണ് ഞങ്ങൾ ഗുരുതരമായി തെറ്റ് കാണുന്നത്. കേരളത്തിലുള്ള എംപിമാർ ഉൾപ്പെടെ അവിടെ ജയിലിൽ സന്ദർശിച്ച ശേഷം അവിടെ പ്രതികരിച്ചത് സംഘപരിവാറിന്റെ ഗുണ്ടാ സംഘമാണ് ഇത് ഈ ആക്രമണത്തിന് പിന്നിലാണ്. അപ്പോൾ ഇപ്പോഴും സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധരെന്ന്. എന്തുകൊണ്ടാണ് തുറന്നു പറച്ചിലിന് സഭ തയ്യാറാവാത്തത്? ഇത് സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയാണ്. അത് ആരാണോ ചെയ്തത് അവരെയെല്ലാം ഞങ്ങൾ സാമൂഹ്യ വിരുദ്ധർ എന്ന പദത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളിതിനെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. സംസ്ഥാനം ഭരിക്കുന്നതും കേന്ദ്രം ഭരിക്കുന്നതുമായ രാഷ്ട്രീയ കക്ഷി അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ അടക്കി നിർത്താനും നിലയ്ക്ക് നിർത്താനും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത്. സംസ്ഥാനം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഛത്തീസ്ഗഡ്.